ട്വിസ്റ്റൊക്കെ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കംബാക്ക് തന്നെ, സൂര്യയുടെ കംബാക്ക് തന്നെ. വിഷ്വൽസ് എല്ലാം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? വേണ്ട, ഒന്നും പറയുന്നില്ല. നല്ല വിഷമമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിൽഡ്രൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പടത്തിൻ്റെ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പല്ല ഇൻസ്റ്റാഗ്രാമും എവിടെ തുറന്നാലും ഇപ്പോൾ ഒരു ക്ലിപ്പേ കാണത്തുള്ളൂ. അത് കങ്കുവയുടെ ക്ലിപ്പാണ്. സൂര്യയുടെ ഏറ്റവും പുതിയ പടമാണ് കങ്കുവ. അപ്പോൾ അതിൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ JB സിനിമാസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ഗ്ലാസ്സിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കുറേ പേരാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. കാരണം ശക്തമായിട്ടുള്ള ക്യൂ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ എന്തോരം തിരക്കാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടു ചതഞ്ഞു പോകും, അതേപോലെയാണ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പടം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. പടം വിട്ടിരിക്കുകയാണ്. ചേട്ടാ, പടത്തിനെ കുറിച്ച് രണ്ട് വാക്ക്. കൊള്ളാം, കുഴപ്പമില്ല. ചേട്ടാ, പടത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? വേണ്ട, ഒന്നും പറയുന്നില്ല. പടത്തിനെ കുറിച്ച് രണ്ട് വാക്ക്. കൊള്ളാം. ട്വിസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് വായി വരുന്നില്ല മോളെ. കാരണം വളരെ ലാഗെന്നല്ല, പൊട്ടിപ്പോയി പടം, അങ്ങനെ തന്നെ പറയാം. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കംബാക്ക് തന്നെ, സൂര്യയുടെ കംബാക്ക് തന്നെ. വിഷ്വൽസ് എല്ലാം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. സൂര്യയുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? ശോകമാണ്. പടം ഡിസാസ്റ്ററാണ്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയായിരുന്നു. മ്യൂസിക്കലായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ആവറേജ് പടമാണ്. നല്ല വിഷമമുണ്ട് പടം കണ്ടിട്ട്. കുഴപ്പമില്ല. മ്യൂസിക് ഇഷ്ടപ്പെട്ടോ? മ്യൂസിക് ഒന്നും കുഴപ്പമില്ല, കൊള്ളാം. ഒരു ബിലോ ഓവറേജ് സിനിമ അത്രേ ഉള്ളൂ. ഇനി ഒട്ടുമില്ല. വീഡിയോയിൽ പറ്റിയ റോളേ അല്ല, ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ വന്നു പോകുന്നു, അത്രേ ഉള്ളൂ. സൂര്യ ഫാൻ ഓടിപ്പോയി കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ചേട്ടനോട് പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ഒരുപാട് പ്രതീക്ഷ വന്നതായിരുന്നു. ഒരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയത്. ബോബി ഡിയോളും സൂര്യയും കൂടെ ഒരുമിക്കുമ്പോൾ എങ്ങനെ? നമ്മൾ പ്രതീക്ഷ അത്രയൊന്നും വന്നില്ല. പിന്നെ ഇച്ചിരി ലാഗ് ഫീൽ ചെയ്ത് നല്ലോണം. നമുക്ക് ഈ കങ്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പടത്തിന്. ശിവയുടെ പടമായാലും ശിവയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ സൂര്യയുടെ ഇൻ്റർവ്യൂ ആയാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കൊത്തൊന്നും പടം വന്നില്ല. പിന്നെ കുഴപ്പമില്ല, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മ്യൂസിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ പടം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. നമ്മളൊരു സിനിമാ പ്രേമി എന്ന രീതിയിൽ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അത്രയും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു.